ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. +2 നിലവാരം വരെയുള്ള PSC പരീക്ഷകളുടെ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും വരുന്നത് SCRT പാഠപുസ്തകങ്ങളിലാണ് എന്ന വിവരം നമുക്കറിയാം. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലായിട്ട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2025 ഇനി ബാക്കിയുള്ള പരീക്ഷകൾക്കും 2026 മുതലുള്ള PSC പരീക്ഷകൾക്കും ചോദ്യങ്ങൾ ഭൂരിഭാഗവും വരുന്നത് പുതുക്കിയ SCRT പാഠപുസ്തകങ്ങളിൽ നിന്നായിരിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട SCRT അധ്യായങ്ങൾ പരിശോധിച്ചപ്പോൾ 100% ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില അധ്യായങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 1ാമത്തെ അധ്യായമായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന അധ്യായമാണ്. ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന മേഖലയിൽ നിന്നുള്ള ഇനിയുള്ള എല്ലാ പരീക്ഷകളുടെയും ചോദ്യങ്ങൾ മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഉടൻ നടക്കാൻ പോകുന്ന VFA, അതിനുശേഷം വരുന്ന ബിവറേജ് LD ക്ലർക്ക് എക്സാം, അതുപോലെ തന്നെ 10th +2 ലെവൽ എക്സാംസിനെല്ലാം ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായി കാണുക, ഇതിന്റെ നോട്ട് കൃത്യമായി എഴുതിയെടുത്തോളുക. ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ശരി, അപ്പോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1, സ്റ്റാൻഡേർഡ് 8, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഇതിനകത്ത് പ്രധാനമായും ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരും അവരുടെ സംഭാവനകളുമാണ് നൽകിയിട്ടുള്ളത്. PSC പരീക്ഷകളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് യൂറോപ്യന്മാരുടെ ആഗമനം. നമുക്കിതിലെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് ജെയിംസ് ഫുൾച്ചർ എന്ന ചരിത്രകാരന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖല നൽകിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പേര് മറക്കരുത്, ജെയിംസ് ഫുൾച്ചർ. ജെയിംസ് ഫുൾച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ചെറിയ മേഖലയിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ, ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന മേഖല, ആ മേഖലയിൽ കച്ചവടത്തിനായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ പരിശ്രമങ്ങളാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ, അതായത് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ വ്യാപാര പരിശ്രമങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചെറിയ മേഖലയിൽ ജെയിംസ് ഫുൾച്ചർ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ജസ്റ്റ് വായിച്ചതിന് ശേഷം ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് പോവാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ അഥവാ ഈസ്റ്റ് ഇൻഡീസിലേക്ക് അവരുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം അയക്കുന്നത് 1601 ഏപ്രിലാണ്. ആദ്യത്തെ കപ്പൽ വ്യൂഹം. അത് കഴിഞ്ഞ് 18 മാസങ്ങൾക്ക് ശേഷം, 18 മാസങ്ങൾ കഴിഞ്ഞ് ഈ കപ്പൽ വ്യൂഹം സുമാത്ര, ജാവ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ആ 4 കപ്പലുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസൻഷൻസ്, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ പേരുകളാണ്. ഒന്നുകൂടി പേര് ശ്രദ്ധിച്ചോ. അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 ഏപ്രിൽ 2ാം ദൗത്യം ആരംഭിച്ചു. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ. 1601 ആദ്യത്തെ ദൗത്യം. അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ ഈ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. 18 മാസങ്ങൾക്ക് ശേഷമാണ് 1601 പോയിട്ട് 18 മാസങ്ങൾക്ക് ശേഷം. അതിനുശേഷം 2ാമത്തെ ദൗത്യം 1604 ഏപ്രിലാണ്. അപ്പോഴും ഈ 4 കപ്പലുകളെ തന്നെയാണ് ദൗത്യത്തിന് വേണ്ടി അയച്ചത്. 2ാമത്തെ ദൗത്യം കഴിഞ്ഞിട്ട് മടക്ക യാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. 4 കപ്പലുകളിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷെ സൂസൻ കടലിൽ വെച്ച് തകർന്നു. ഹെക്ടറും സൂസനാണ് വന്നതിൽ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95% ആയിരുന്നു. എത്രയാണോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ 95% ലാഭം അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം, നമ്മൾ ആദ്യം ഈ എഴുത്തുകാരന്റെ പേര് ശ്രദ്ധിച്ചേ. ജെയിംസ് ഫുൾച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം 1601 ഏപ്രിൽ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കപ്പൽ വ്യൂഹം ഇന്ത്യ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോയി 18 മാസങ്ങൾക്ക് ശേഷം ജാവയിൽ നിന്നും സുമാത്രയിൽ നിന്നും കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. രണ്ടാമത്തെ അവരുടെ പരിശ്രമം 1604 ഇതേ കപ്പലുകൾ തന്നെയാണ്. അതിൽ ആദ്യം ഹെക്ടറും സൂസനും പുറപ്പെട്ടു. പക്ഷേ സൂസനാണ് കടലിൽ വെച്ച് തകർന്നത്. പുറകെ എത്തിയ അസെൻഷനും ഡ്രാഗനും, മൊത്തം 4 കപ്പലുകൾ, അസെൻഷൻ, ഡ്രാഗൻ, ഹെക്ടർ, സൂസൻ. അതിൽ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നീട് വന്ന ഡ്രാഗനും അസെൻഷനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും അതിലുള്ള മിക്ക നാവികരും കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം 1606 ബാക്കിയുള്ള കപ്പലുകൾ ഇംഗ്ലണ്ടിന്റെ തീരെ അടുത്തപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തത് 95% ലാഭമായിരുന്നു. ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ പരിശ്രമങ്ങളുടെ ഒരു ഭാഗം ജെയിംസ് ഫുൾച്ചർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് PSC എക്സാമിന് ഈ കപ്പലുകളുടെ പേരോ അല്ലെങ്കിൽ ജെയിംസ് ഫുൾച്ചറുടെ പേരോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരോ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടന്നാൽ, യൂറോപ്യന്മാർക്ക് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ പ്രേരണയായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? അതായത് യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ഏഷ്യയിലേക്ക് സമുദ്രപാത, അതായത് കടൽ മാർഗം വഴി കണ്ടെത്താൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും ഞാൻ പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കും, ഉറപ്പ് ചോദ്യം. ഒന്നുകൂടി എടുത്തു പറയട്ടെ. എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ കിഴക്ക് ദിശയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സമുദ്രപാത കണ്ടെത്താൻ കാരണമായത്? അപ്പൊ സമുദ്രപാത കണ്ടെത്താൻ കാരണമാകണമെങ്കിൽ മുമ്പ് അവർക്കൊരു പാത ഉണ്ടായിരിക്കാം. ആ പാത തടസ്സപ്പെട്ടപ്പോഴാണ് അവർ സമുദ്രപാത കണ്ടെത്താൻ ശ്രമിച്ചത്. അങ്ങനെ അതിനു മുമ്പ് അവർ യാത്ര ചെയ്തിരുന്ന ആ പാതയുടെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കൂ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു, പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ സ്ഥലത്തിന്റെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്യന്മാര് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് കിഴക്കൻ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ 1453 ആയപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ആരാണ്? തുർക്കികൾ. ഏത് വർഷം? 1453. ഒരു മാർക്ക് ഉറപ്പ്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തോടുകൂടി യൂറോപ്യന്മാരുടെ ഈ പാത തടസ്സപ്പെട്ടു. ശ്രദ്ധിച്ചു കേൾക്ക്, പാത തടസ്സപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയുള്ള മാർഗം തടസ്സപ്പെട്ടപ്പോഴാണ് അവര് സമുദ്രപാത കണ്ടെത്താനായി ശ്രമിച്ചത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇതിന് ചോദ്യം വരുവേ. ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ചോദ്യം ഇടാൻ വേണ്ടി. നോക്കൂ, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത കോൺസ്റ്റാന്റിനോപ്പിൾ. രണ്ടാമത്തെ പോയിന്റ്, ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധിതരായി. അപ്പൊ നോക്കൂ, ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇതാണ് ചോദ്യം. യൂറോപ്യന്മാർ കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ പ്രേരണമായ പ്രധാന ഘടകങ്ങൾ ചർച്ച ചെയ്യുക. അതിൽ ഒന്നാമത്തെ ഘടകം, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യന്മാർ ഏഷ്യയിലേക്ക് കരമാർഗം വ്യാപാരം നടത്തിയിരുന്നത്. അത് 1453 തുർക്കികൾ പിടിച്ചെടുത്തപ്പോൾ അത് തടസ്സപ്പെടുകയും തുടർന്ന് സമുദ്രപാത കണ്ടെത്താൻ കാരണമാവുകയും ചെയ്തു. ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിന് പുറമേ തന്നെ സമുദ്രമാർഗം കണ്ടെത്താനുള്ള യൂറോപ്യന്മാരുടെ പരിശ്രമം എന്തുകൊണ്ട് ആരംഭിച്ചു? അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. നോക്കൂ, 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് യൂറോപ്യന്മാർ ശ്രമം ആരംഭിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. അതിലൊന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ്. അതിന് പുറമെ യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും പുരോഗതി കൈവരിച്ചാൽ മാത്രമേ നമുക്ക് സമുദ്രപാത കണ്ടെത്താൻ കഴിയുകയുള്ളൂ. 2, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. ഭൂമിശാസ്ത്രപരമായി അവർ നേടിയെടുത്ത അറിവ്. 3, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. 4, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. 5, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ഈ 5 പോയിന്റ് പ്ലസ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തത് കൊണ്ട് പുതിയൊരു സമുദ്രമാർഗം കണ്ടെത്തേണ്ടത് ഒരു ആവശ്യകത യൂറോപ്യന്മാർക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ട് 15ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ പുതിയ ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമം നടത്തി?
ഒന്ന്, കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും അവർ നേടിയെടുത്ത സാങ്കേതിക പുരോഗതി. രണ്ട്, ഭൂമിശാസ്ത്രപരമായി അവർ നേടിയെടുത്ത അറിവ്. മൂന്ന്, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിൽ ഉണ്ടായ പുരോഗതി. സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ. യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ഇവയാണ് പുതിയൊരു സമുദ്രമാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അങ്ങനെ ഒരു സമുദ്രമാർഗം അവർ കണ്ടെത്തിയോ? കണ്ടെത്തി. അങ്ങനെ സമുദ്രമാർഗം അവർ കണ്ടെത്തി. അവര് ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം എത്തുന്നു. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഞാൻ ഓർത്തായി, നമ്മൾ PSC പരീക്ഷയിലെ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം. ഓർത്തിരിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. പോഡ, ബ്രിട്ടി, ഫ്രഞ്ചി. പുതിയ കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണേ. ആദ്യമായിട്ട് PSC പഠിക്കുന്നവരൊക്കെ ഈ ക്ലാസ് കാണുന്നുണ്ടാവും. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഇതിനെ വളരെ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. 4 യൂറോപ്യന്മാരാണ് ഇന്ത്യയിലെത്തിയത്. അതിന്റെ ഒരു ക്രമം: ആദ്യം എത്തിയത് പോർച്ചുഗീസുകാർ, രണ്ടാമതെത്തിയത് ഡച്ചുകാർ, മൂന്നാമതെത്തിയത് ബ്രിട്ടീഷുകാർ, അവസാനം എത്തിയത് ഫ്രഞ്ചുകാർ. പോഡ, ബ്രിട്ടി, ഫ്രഞ്ചി. 1 മാർക്ക് ഉറപ്പാണ്. ഈ ക്രമം ചോദിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാർ. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം: പോഡ, ബ്രിട്ടി, ഫ്രഞ്ചി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ക്ലാസ് കേൾക്കുമ്പോൾ ഓർഡർ നിങ്ങൾ അല്ലാതെ തന്നെ പഠിച്ചോളും. ഇത് നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഒരു മെമ്മറി ടെക്നിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പോഡ, ബ്രിട്ടി, ഫ്രഞ്ചി. അതില് ആദ്യം ഇന്ത്യയിൽ കടൽ മാർഗം എത്തുന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. കടൽ മാർഗം എത്തുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ടെക്സ്റ്റ് ബുക്കാണേ, ശ്രദ്ധിച്ചോ. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ. അപ്പൊ 1 മാർക്ക് ഇതിൽ നിന്ന് കിട്ടിയേ. ഉറപ്പിച്ച്, പുതിയ കുട്ടികൾ ഉറപ്പിച്ച് പഠിക്ക്. പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം, വാസ്കോഡ ഗാമ. അപ്പൊ നോക്കൂ, ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടുന്ന ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയാണ് പോർച്ചുഗീസിൽ നിന്നും വാസ്കോഡ ഗാമ ഇന്ത്യയില് കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് വരുന്നത്. അപ്പം ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലം ചുറ്റി കോഴിക്കോട് കാപ്പാടെത്തിയ വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാരനാണ്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. അത് വാസ്കോഡ ഗാമയാണ്. ഞാൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. SCRTയുടെ ക്ലാസ് ആണിത്. വാസ്കോഡ ഗാമ പരീക്ഷയ്ക്ക് ചോദിക്കും. കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ, പോർച്ചുഗൽ. 1 മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യനായ വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത് പോർച്ചുഗലിൽ നിന്നാണ്, ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? ലിസ്ബൺ. മറന്നു പോരുത്, ലിസ്ബൺ. എത്തിച്ചേർന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂൾ ലെവൽ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട്. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ്. പിന്നിട്ട സമുദ്രങ്ങൾ. ഏതൊക്കെ സമുദ്രങ്ങൾ പിന്നിട്ടാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും പിന്നിട്ടാണ് വാസ്കോഡ ഗാമ എത്തിയത്. പിന്നിട്ട വൻകരകൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്കയുടെ തെക്കേ അറ്റം, അതാ അവിടെയാണ് ശുഭപ്രതീക്ഷ മുനമ്പ് വരുന്നത്. ആഫ്രിക്കയുടെ തെക്കേ അറ്റം ഇവിടെയാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പൊ അദ്ദേഹം യൂറോപ്പ് പിന്നിട്ടു, ആഫ്രിക്ക പിന്നിട്ടു, ഏഷ്യ പിന്നിട്ടു. അപ്പൊ ഉറപ്പാണ്, പഠിച്ചോളേ. അപ്പോ വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. പിന്നിട്ട സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഇത്രയും ടെക്സ്റ്റിൽ ഇത്രയും ഫാക്ടേ ഉള്ളൂ. SCRTയിൽ നിന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ്, ഗാമയുടെ കപ്പലുകൾ. ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ ഇവിടെ ഉറപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, കാരണം അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങള് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ ചോദ്യം കാണും. അത് നിങ്ങൾ ഈ ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. പഠിപ്പിച്ചതിൽ നിന്ന് ചോദ്യം വന്നു, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നു. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. നോട്ട് എഴുതി പഠിക്ക്, ഉറപ്പായിട്ട് ചോദിക്കും. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഗബ്രിയേല്, റാഫേല്, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഗാമയുടെ കപ്പലുകൾ എക്സാമിന് ചോദിക്കും. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ,
ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് എത്തിച്ചേരുന്നത്. വാസ്കോഡ ഗാമയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണവും ഉണ്ടായ നേട്ടങ്ങളും. വാസ്കോഡ ഗാമയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണം, അദ്ദേഹം എത്തിയത് ശ്രദ്ധിച്ചു കേക്ക് കോഴിക്കോടാണ് എത്തുന്നത്, മലബാറിൽ. അപ്പൊ മലബാറിൽ ആ സമയം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറബികളാണ്. പൂർണ്ണമായി ശ്രദ്ധിക്ക്, മലബാറിൽ ആ സമയം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറബികളാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയായ സാമൂതിരിയോട് വാസ്കോഡ ഗാമ ആവശ്യപ്പെട്ടു, മലബാറിൽ നിന്ന് അറബികളെ പുറത്താക്കിക്കൊണ്ട് വ്യാപാരത്തിനുള്ള അനുമതി നമുക്ക് തരണം. ആർക്ക്? പോർച്ചുഗീസുകാർക്ക് തരണം എന്ന് ഗാമ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സാമൂതിരി സമ്മതിക്കുന്നില്ല. സാമൂതിരി അറബികൾക്ക് തന്നെ വ്യാപാര അനുമതി നൽകുന്നു. എന്നിട്ട് ഗാമ പിൻവാങ്ങിയില്ല. കോഴിക്കോട് നിന്ന് നേരെ കണ്ണൂരിൽ പോയി അവിടത്തെ കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി വാസ്കോഡ ഗാമ നേടുകയാണ് ചെയ്തത്. അപ്പൊ പ്രസ്താവനയായിട്ട് ചോദിക്കേ, വാസ്കോഡ ഗാമ വ്യാപാര അനുമതി കേരളത്തിൽ നിന്ന് നേടിയത് ആരിൽ നിന്ന്? ശ്രദ്ധിക്ക്, സാമൂതിരിയിൽ നിന്നല്ല. കോലത്തിരി രാജാവ്, കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് അദ്ദേഹം വ്യാപാര അനുമതി നേടിയത്. എന്നിട്ട് ഇവിടുന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുമായി അദ്ദേഹം തിരിച്ച് പോർച്ചുഗലിൽ എത്തുമ്പോൾ മൊത്തം ചെലവായതിന്റെ 60 ഇരട്ടി മൂല്യം ആണ് അദ്ദേഹം നേടിയെടുത്ത ലാഭം. അങ്ങനെ വാസ്കോഡ ഗാമയുടെ ആദ്യത്തെ യാത്ര തന്നെ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് വളരെ വലിയ ലാഭമായിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ്. വാസ്കോഡ ഗാമയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണവും ഉണ്ടായ നേട്ടങ്ങളും. അപ്പം ഇത് പ്രസ്താവന രീതിയിൽ ചോദ്യം വരും. അറബികളെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന വാസ്കോഡ ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതിന്റെ ഫലമായി ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. വാസ്കോഡ ഗാമ തന്റെ യാത്രാ ചെലവിന്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. നെക്സ്റ്റ്, ഈ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. എന്നാൽ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകാത്തതിനാൽ സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരുന്നു. കാരണം കോലത്തിരിയെ അപേക്ഷിച്ച് സാമൂതിരിയാണ് കുറച്ചും കൂടെ വിസ്തൃതമായ സാമ്രാജ്യം കൈവശം വച്ചിരിക്കുന്നത്. അപ്പൊ സാമൂതിരിയുമായുള്ള വ്യാപാര അനുമതി നേടിയെടുക്കാൻ പോർച്ചുഗീസുകാർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ പോരാട്ടങ്ങൾ നടക്കും. അതിൽ സാമൂതിരിയുടെ സൈന്യത്തെ നയിച്ച ആളായിരുന്നു കുഞ്ഞാലി മരക്കാർ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞൊരു സ്ഥാനപ്പേരാണ്. ഒരു സ്ഥാനപ്പേര്, സാമൂതിരിയുടെ പടത്തലവന്മാർ അറിയപ്പെടുന്ന സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ. എക്സാമിന് ചോദിക്കും. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാന്മാരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരാണ്, ഒരു വ്യക്തിയുടെ പേരുള്ള ഒരു സ്ഥാനപ്പേരാണ്. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. കുഞ്ഞാലി 3ഉം കുഞ്ഞാലി 4ഉമാണ് മിക്കവാറും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുക. 1 മാർക്കാണ്, 1 മാർക്ക്. ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3ാമനാണ്. ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3ാമനാണ്. അപ്പൊ നിങ്ങൾക്കറിയാം 4 കുഞ്ഞാലിമാരുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തരായ കുഞ്ഞാലിമാർ എന്ന് പറയുന്നത് 3ഉം 4ഉമാണ്. 3ഉം 4ഉം അത് ആദ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആര്? കുഞ്ഞാലി 3ാമൻ. ഓക്കെ. എന്നാൽ കുഞ്ഞാലി 4ാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഗോവയിൽ വെച്ച് വധിക്കപ്പെട്ട കുഞ്ഞാലി മരക്കാർ എത്രാമത്തെയാണ്? 4ാമത്തെ കുഞ്ഞാലി മരക്കാറാണ് ഗോവയിൽ വെച്ച് വധിക്കപ്പെട്ടത്. എന്നാൽ ചാലിയം കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലി 3 ചാലിയം കോട്ട പിടിച്ചെടുത്തത്. ഗോവയിൽ വെച്ച് വധിക്കപ്പെട്ടത് കുഞ്ഞാലി 4ാമൻ. അതായത് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുവാൻ സാമൂതിരി ഉൾപ്പെടെയുള്ള പശ്ചിമ തീര പ്രദേശങ്ങളിലുള്ളവർക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്ന നാവിക തലവന്മാരാണ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ്. 1, 2, 3, 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അതിൽ 3ാമത്തെ കുഞ്ഞാലിയാണ് ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. എന്നാൽ 4ാമത്തെ കുഞ്ഞാലിയാണ് ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിച്ചത്. എക്സാമിന് ചോദിക്കുക കുഞ്ഞാലി മരക്കാർ. നെക്സ്റ്റ്, പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചോ, എക്സാമിന് ചോദിക്കും. 1, രാഷ്ട്രീയപരമായി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. 1 മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. കൊച്ചിയിൽ മാനുവൽ കോട്ട സ്ഥാപിച്ച യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഉറപ്പിച്ചു പഠിക്ക്, എഴുതി പഠിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി. ഓക്കെ. ഇനി കാർഷിക മേഖലയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ: കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ,
പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നോ, പുക, പകൈ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയാണ്, ഒരു മാർക്ക് കിട്ടും. പുക, പകൈ. പുക, പകൈ എന്ന് പറഞ്ഞാൽ പുകയില, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, ഞാൻ അഡീഷണൽ പറഞ്ഞാണ്. പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക. പുക, പകൈ, പുകയില, പപ്പായ, കൈതച്ചക്ക. ഇതിന് പുറമെ പേരയ്ക്ക ഇതുകൂടി പഠിക്കുക. ഇത്രയും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഒന്നുകൂടി, പുക, പകൈ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഒരു മാർക്ക് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. പുക, പകൈ, പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക, പേരയ്ക്ക. ഇത്രയും സംഭാവന ചെയ്തത് പോർച്ചുഗീസുകാരാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുക. ഇനി വിജ്ഞാനം. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ പോർച്ചുഗീസുകാർ ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു, ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. നെക്സ്റ്റ്, സാംസ്കാരികം. സാംസ്കാരികത്തിന് ഉറപ്പ് ചോദ്യം. ചവിട്ടുനാടകവും മാർഗംകളിയും പ്രചരിപ്പിച്ച യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകവും മാർഗംകളിയും പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ഉറപ്പായിട്ട് ആരംഭിക്കുന്നത് ആദ്യത്തെ യൂറോപ്യന്മാരായിരിക്കും. ആര്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഓരോ മേഖലയും കൃത്യമായി പഠിച്ചോളുക. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ എന്ത് സംഭവിച്ചു? യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട ആദ്യത്തേത് കൊച്ചിയിൽ ആരംഭിച്ചു. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ കൈക്കലാക്കി. പുക, പകൈ, പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക, അതിന് പുറമെ പേരയ്ക്ക കൂടി പഠിച്ചോളുക. വിജ്ഞാനം, അച്ചടി വിദ്യ, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. സാംസ്കാരികം, ചവിട്ടുനാടകം, മാർഗംകളി, യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. നെക്സ്റ്റ്, ഡച്ചുകാർ. പോർച്ചുഗീസുകാർ കഴിഞ്ഞാൽ അടുത്തത് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാര് ഡച്ചുകാരാണ്. നോക്കൂ, പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യന്മാർ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സ് നിന്നുള്ളവരായിരുന്നു. അവരെയാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡച്ചുകാർ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരാണ്? ഹോളണ്ടുകാർ അല്ലെങ്കിൽ നെതർലൻഡ്സുകാർ. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പേര് ശ്രദ്ധിക്ക്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഒന്നുകൂടി പറഞ്ഞു പഠിക്ക്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇത് ഉറപ്പാണ് കേട്ടോ, ഇത് ഉറപ്പ്. ഇത് എഴുതി പഠിച്ചോ, നിങ്ങൾ എക്സാമിന് ഇത് മാർക്ക് കിട്ടും. താഴെ തന്നിരിക്കുന്നതിൽ ഡച്ചുകാരുണ്ടായിരുന്ന പ്രദേശങ്ങൾ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പോർച്ചുഗീസുകാരാണെങ്കിൽ ഗോവയുണ്ട്, കൊച്ചിയുണ്ട്, ദാമൻ ദിയു ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവര് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവരായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർ വന്ന് അവർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. പിന്നെ ഡച്ചുകാരുടെ കാലഘട്ടമാണ്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, PSCയിലെ ഏറ്റവും ബേസ്, അതായത് ഡച്ചുകാർ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് വേറെ ആരുമല്ല, തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉറപ്പായിട്ട് ചോദിക്കും. അത് വളരെ ബേസ് ആണ്. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം നല്ലതായിട്ട് അറിയാം. ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇത് 100% ഈ ഫാക്ടുകൾ പഠിച്ചു വെച്ചുകൊള്ളുക. കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം? കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. പൂർണ്ണമായി ശ്രദ്ധിച്ചോ. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇമ്പോർട്ടന്റ് ചോദ്യം, 100% പ്രതീക്ഷിക്കാവുന്ന മേഖല കുളച്ചൽ യുദ്ധം. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട് മാത്രമേ ഈ സെഷനിൽ പഠിപ്പിക്കുന്നുള്ളൂ. ഈ അധ്യായം പൂർണ്ണമായി പഠിപ്പിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. ഇപ്പൊ കുളച്ചൽ യുദ്ധം 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. അപ്പോ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം തന്നെ നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമായിട്ട് ഏത് യുദ്ധത്തെ കണക്കാക്കുന്നു? കുളച്ചൽ യുദ്ധം. ഇതുവരെയും PSC ചോദിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധം എന്നാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ആധിപത്യവും നഷ്ടപ്പെടാൻ കുളച്ചൽ യുദ്ധം കാരണമായി. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പൊ നോക്കൂ, പ്രസ്താവന രീതിയിൽ ചോദിക്കും. പ്രസ്താവന 1741 നടന്നത്. കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ എന്ന് പറയുന്ന തുറമുഖം. അത് തുറമുഖ നഗരമാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്.
ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായി. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. മറന്നുവരുത്, 1741. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൽ വെച്ചാണ് നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. നെക്സ്റ്റ്, ഹോർത്തൂസ് മലബാറിക്കൂസ്. സ്ഥിരമായിട്ട് PSC പരീക്ഷയിൽ ഒരു ചോദ്യ മേഖലയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഇതൊരു ഗ്രന്ഥമാണ്. ഡച്ചുകാര് കേരളത്തിന് സംഭാവന ചെയ്ത സുപ്രസിദ്ധ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. പുതുതായിട്ട് പഠിക്കുന്നവരെല്ലാവരും കൃത്യമായി പഠിച്ചോളുക. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്താണ്? ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിലെ എത്ര സസ്യങ്ങൾ? 742 സസ്യങ്ങൾ. അപ്പോൾ ഇതൊരു സസ്യശാസ്ത്ര വ്യാഖ്യാന സംഹിതയാണ്. സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. അപ്പോ ഹോർത്തൂസ് മലബാറിക്കൂസിൽ പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ച്? പുതിയ കുട്ടികൾ ഷാർപ്പായിട്ട് പഠിക്കുക. ഹോർത്തൂസ് മലബാറിക്കൂസിൽ പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ച്? അത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻ റീഡ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഹെൻറി വാൻ റീഡ്, ഒരു മാർക്ക് ഉറപ്പ് കേട്ടോ. വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പോ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യന്റെ പേര് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യന്റെ പേര് ഇട്ടി അച്യുതൻ ആയിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായി. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നീ ഗൗഡ സാരസ്വ ബ്രാഹ്മണരും ഇതില് പങ്കാളികളായി. ഗൗഡ സാരസ്വ ബ്രാഹ്മണരിൽ പെട്ടവരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട്. അപ്പൊ നമ്മള് ഇട്ടി അച്യുതനെ കുറിച്ച് പഠിച്ചു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട് 3 ഗൗഡ സാരസ്വ ബ്രാഹ്മണർ ഇതിന്റെ പങ്കാളികളായിരുന്നു. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള അക്ഷരം ആദ്യം പതിഞ്ഞ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഇട്ടി അച്യുതനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. പേര് മറന്നുപോലെ, ഇട്ടി അച്യുതൻ. ഞാൻ ഇപ്പോഴേ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. ഇത് തന്നെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ കാണും. ഒന്നുകിൽ പ്രസ്താവന രീതിയിൽ, അല്ലെങ്കിൽ Q&A വൺ വേർഡ് ക്വസ്റ്റ്യൻ രീതിയിൽ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ്? ഉത്തരം, ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയിൽ പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതിന് നേതൃത്വം കൊടുത്ത ഡച്ചുകാരൻ ആരാണ്? ഹെൻറിക് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച മലയാള വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതൻ ഏത് ജില്ലക്കാരനാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലുള്ള കടക്കരപ്പള്ളി ഗ്രാമത്തിൽ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലുള്ള കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൗഡ സാരസ്വ ബ്രാഹ്മണരാരൊക്കെ? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച് ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം ചെയ്ത വ്യക്തി ഡോക്ടർ KS മണിലാൽ. ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം ചെയ്ത വ്യക്തി ഡോക്ടർ KS മണിലാൽ. ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം ചെയ്ത വ്യക്തി ഡോക്ടർ KS മണിലാൽ. നെക്സ്റ്റ്, ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരെ ഡച്ചുകാരാണ്. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നീട് ഡച്ചുകാർ, മൂന്നാമത് ഫ്രഞ്ചുകാർ. നോക്കൂ, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അതിൽ ആദ്യം വന്നത് ഫ്രഞ്ചുകാരാണ്. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, അവരെ പുറത്താക്കി ഡച്ചുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു. ഈ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയായി. അതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങളിൽ വിജയിച്ചതാര്? ബ്രിട്ടീഷുകാരാണ്. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം
പോണ്ടിച്ചേരി എന്ന പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പൊ ഫ്രഞ്ചുകാരുണ്ടായിരുന്ന പ്രദേശം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിതമായി. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ നോക്കൂ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്നറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ ഭൂരിഭാഗവും വരും, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗം വരും. അതാണ് കർണാട്ടിക് എന്നറിയപ്പെടുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. കർണാട്ടിക് യുദ്ധങ്ങളെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരുടെ മേൽ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചത്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തുക. ഇത് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, +2 നിലവാരം വരെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മാപ്പാണ്. ഇതിൽ നിന്ന് 100% ചോദ്യം വരും. ഓരോ യൂറോപ്യന്മാരും ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ നോക്കൂ. ആദ്യം നമുക്ക് പോർച്ചുഗീസുകാർ നോക്കാം. പോർച്ചുഗീസുകാർ നമുക്കറിയാം, കൊച്ചിയിൽ പോർച്ചുഗീസുകാരുണ്ട്, ഗോവയിലുണ്ട്, ദാമൻ ദിയുവിലുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, കൊച്ചിയിലുണ്ട്, ഗോവയിലുണ്ട്, ദാമൻ ദിയുവിലുണ്ട്. അത് കഴിഞ്ഞ് ഡച്ചുകാർ നോക്കൂ, നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ വളരെ കുറച്ച് പ്രദേശം, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ബോക്സിൽ നൽകുന്നു. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉറപ്പായിട്ട് കിട്ടുവേ, നിങ്ങൾ ഉഴപ്പരുത്. ഇതിൽ നിന്ന് മാർക്ക് ഉറപ്പ്. പരീക്ഷ കഴിഞ്ഞിട്ട് വിഷമിക്കരുത്, ഉറപ്പായിട്ട് ചോദിക്കും. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ കൊച്ചി, ദാമൻ, ദിയു, ഗോവ. ഇവിടെയാണ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നത്. ഡച്ചുകാര് നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര. നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. ഇത്രയുമാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന മേഖലയിൽ ഒന്നാമത്തെ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ഫ്രഞ്ചുകാരെ കുറിച്ചും പഠിച്ചു. ഇതിന്റെ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷമുള്ള അവരുടെ അധിനിവേശവും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളുമാണ്. അത് നമുക്ക് മറ്റൊരു സെഷനിൽ പഠിക്കാം. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, 2025 ഇനിയുള്ള പരീക്ഷകൾക്കും അതിനുശേഷം 2026 മുതൽ അടുത്ത പുസ്തകങ്ങൾ ചേഞ്ച് ആവുന്നത് വരെയും നടക്കുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിലെ ഫസ്റ്റ് സെഷൻ നിങ്ങൾ നന്നായി പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക. +2 നിലവാരം വരെയുള്ള എല്ലാ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും ഒരു തവണ വായിച്ചിട്ട് പോവുക. താങ്ക്